നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ചു, മെഡിക്കൽ സ്റ്റോർ ഉടമ മരിച്ചു. പൊങ്ങശ്ശേരിയിൽ രഞ്ജനാണ് മരിച്ചത്. അപകടമുണ്ടായത് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വ്യാഴാഴ്ച രാവിലെ 6 വാഴക്കുളത്ത് പൈനാപ്പിൾ കൃഷിയിടം സന്ദർശിക്കാനെത്തി അമേരിക്കൻ സംഘം. അൽവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് വാഴക്കുളത്തെ കൃഷിയിടത്തിലെത്തിയത്. കൃഷിരീതിയും വിളവെടുപ്പ് രീതിയും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ് സമ്മേളനവും വാർഷികാഘോഷവും UDF കൗൺസിലർമാർക്കുള്ള സ്വീകരണവും നടത്തി. മൂവാറ്റുപുഴ പാറകൾ റെസിഡൻസിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. യൗവനയുക്തിയായി പാലം മുത്തശ്ശി പൈതൃകം കാക്കാൻ മൂവാറ്റുപുഴയിലെ പഴയ ആർട്സ് പാലം ഒരുങ്ങുന്നു. നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഴയ പാലത്തിൽ പെയിന്റിംഗ് നടത്തി. പുതിയ നിറക്കൂട്ടുകളിൽ അണിഞ്ഞൊരുങ്ങി ചരിത്ര സ്മാരകം. വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസ് LP സ്കൂൾ ഉപജില്ലാ മേളകളിൽ A ഗ്രേഡ് നേടിയ കുട്ടികളെ ആദരിച്ചു. മഞ്ഞളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നേട്ടാമാക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ച് മെഡിക്കൽ സ്റ്റോർ ഉടമ മരിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന പൊങ്ങശ്ശേരിയിൽ രഞ്ജൻ ആണ് മരിച്ചത്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ച് ഒരാൾ മരിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന SN മെഡിക്കൽ സ്റ്റോർ ഉടമ പൊങ്ങശ്ശേരിയിൽ രഞ്ജൻ ആണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 6 തൊടുപുഴ അമ്പലത്തിൽ പോയി മടങ്ങി വരികയായിരുന്ന രഞ്ജൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ടാറിംഗ് തൊഴിലാളികളുമായി വന്ന ജീപ്പ് ഇടിച്ചത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന രഞ്ജനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാഴക്കുളത്തെ പൈനാപ്പിൾ കൃഷിയിടം സന്ദർശിച്ച് അമേരിക്കയിലെ അൽവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകരും വിദ്യാർത്ഥികളും. കേരളത്തിലെ കൃഷിരീതികൾ പഠിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘം സന്ദർശനം നടത്തിയത്. അമേരിക്കയിലെ അൽവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകരും വിദ്യാർത്ഥികളും പൈനാപ്പിൾ കൃഷിയിടം സന്ദർശിച്ചു. വാഴക്കുളം മന്ന പൈനാപ്പിളിന്റെ കാവക്കാട് 4 ഏക്കർ വരുന്ന കൃഷിയിടത്തിലാണ് അമേരിക്കയിലെ അൽവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ 10 അഗ്രികൾച്ചറൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ അജയ് നായർ, കാതറിൻ സുവോഡ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയത്. കേരളത്തിലെ കൃഷിരീതികൾ പഠിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ സന്ദർശനം നടത്തിയത്. കൃഷിരീതിയും വിളവെടുപ്പ് രീതിയും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. പഞ്ചായത്ത് അംഗം ശിവാഗോ തോമസ്, കൃഷി ഉടമകളായ സിബി ജോർജ്, ഗ്രീൻ വിൻസെന്റ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിൻസി ജോൺ എന്നിവർ സംഘത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ് സമ്മേളനവും വാർഷികാഘോഷവും UDF കൗൺസിലർമാർക്കുള്ള സ്വീകരണവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ് സമ്മേളനവും വാർഷികാഘോഷവും UDF കൗൺസിലർമാർക്കുള്ള സ്വീകരണവും നടത്തി. മൂവാറ്റുപുഴ പാറയിൽ റെസിഡൻസിൽ സംഘടിപ്പിച്ച സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും 2 തട്ടിലല്ല, ഒരു തട്ടിൽ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് യഥാർത്ഥ ജനസേവനം സാധ്യമാവുക. നിങ്ങളില്ലാതെ ഞങ്ങളില്ല, ഞങ്ങളില്ലാതെ നിങ്ങളുണ്ട്. ഇതൊരു കൊടുക്കൽവാങ്ങൽ പ്രക്രിയയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊടുക്കൽവാങ്ങൽ പ്രക്രിയ എന്ന് പറയുന്നത്? ജനസേവനത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി. ഇതിനപ്പുറമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ജനസേവനവും വികസനവും തന്നെയാണ്. ചടങ്ങിൽ UDF കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി. സ്വാഗതം ചെയ്യുന്നതിനൊപ്പം നമ്മൾ UDF കൗൺസിലേഴ്സിനെ KLGS മൂവാറ്റുപുഴ KLGS പ്രസിഡന്റ് ഇൻചാർജ് സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് NA ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OV ജയരാജ് സംഘടനാ പ്രവർത്തനം വിശദീകരിച്ചു. മൂവാറ്റുപുഴ യൂണിറ്റ് വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യദാസ്, നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, KLGSA സംസ്ഥാന ജനറൽ സെക്രട്ടറി N വസന്തൻ, ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, സെക്രട്ടറി റെജി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. നൂറ്റാണ്ടിന്റെ പ്രൗഢിയും പേറി മൂവാറ്റുപുഴയാടിന് കൊടുകെ നിൽക്കുന്ന പാലം മുത്തശ്ശി ഇനി സുന്ദരി. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം എന്ന ഖ്യാതിയുള്ള ഈ ചരിത്ര സ്മാരകം
നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ നിറക്കൂട്ടുകളാൽ അണിഞ്ഞൊരുങ്ങുകയാണ്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പാലത്തിന്റെ കൈവരികളിൽ വെള്ളയും നീലയും നിറങ്ങൾ പൂശുന്ന പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പായൽ പിടിച്ചും നിറം മങ്ങിയും കിടന്നിരുന്ന പാലം പെയിന്റ് അടിച്ചതോടെ നവോദയ പോലെ തിളങ്ങുന്നു. ഉടപ്പിന്റെ കാര്യത്തിൽ പുതിയ പാലത്തെ പോലും വെല്ലാൻ ഈ മുത്തശ്ശിക്ക് ഇന്നും കരുത്തുണ്ടെന്നാണ് നാട്ടുകാരുടെ അടക്കം പറച്ചിൽ. പാലം ഭംഗിയാക്കിയതോടെ നഗരവാസികൾക്ക് മുന്നിൽ ഒരൊറ്റ ആശങ്ക മാത്രമേയുള്ളൂ: ഇത് എത്രനാൾ ഇതേപോലെ നിലനിൽക്കും? മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സംഘടനകളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും പോസ്റ്ററുകൾ പതിച്ചും പരസ്യങ്ങൾ എഴുതിയും പാലത്തിന്റെ ഭംഗി നശിപ്പിക്കുന്നത് പതിവായിരുന്നു. ഇത്തവണയെങ്കിലും ഈ പൈതൃക സ്വത്തിനെ വികൃതമാക്കാതെ സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന അഭ്യർത്ഥനയിലാണ് സാംസ്കാരിക പ്രവർത്തകരും നഗരസ്നേഹികളും. നഗരത്തിന്റെ അടയാളമായ ഈ പാലത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും പോസ്റ്ററുകൾ പതിച്ച ഇതിനെ വീണ്ടും പരസ്യവേദിയാക്കരുതെന്നും നഗരവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ മറ്റൊരു കൗതുകം കൂടി നഗരത്തിൽ ചർച്ചയാകുന്നുണ്ട്. പെയിന്റടി പൂർത്തിയായ പാലം ആര് ഉദ്ഘാടനം ചെയ്യുമെന്നതാണ് ആ ചോദ്യം. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിൽ നവീകരിച്ച ഈ പാലം മുത്തശ്ശിയെ നാടിന് സമർപ്പിക്കാൻ ആരെത്തും എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. നവീകരണം നടത്തിയ റോട്ടറി റോഡിന് കഴിഞ്ഞ ദിവസം 2 ഉദ്ഘാടനം നടത്തി രാഷ്ട്രീയ പാർട്ടികൾ പരിഹാസ്യരായിരുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. വാഴക്കുളം സെന്റ് തെരേസാസ് LP സ്കൂളിൽ ഉപജില്ലാ മേളകളിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു. മഞ്ഞളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻഗ്രേസ് അധ്യക്ഷത വഹിച്ചു. രാമലോട് സേക്രഡ് ഹാർട്ട് സ്കൂൾ അധ്യാപകൻ ബിനു അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മികവ് പ്രവർത്തനങ്ങൾ ശതാബ്ദി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു. കുട്ടികളുടെ മാതാപിതാക്കൾക്കായി നടത്തിയ ക്രാഫ്റ്റ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് പുരസ്കാരം നൽകി. Welcome to Vimalagiri International School, Muachapura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.